ഇതുണ്ടോ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാമോ? ഒരു ചുരങ്ങ കിട്ടിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് വന്ന ചുരങ്ങിയ. അപ്പം ഇതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്കൊരു മോരുകറി വെക്കാം. നമ്മൾ പല സാധനങ്ങൾ വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ ഒരു ചുരങ്ങ കിട്ടിയപ്പോൾ ഇത് വെച്ചിട്ട് ഇന്നത്തെ എൻ്റെ കറി ഇതാണ്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നു. നിങ്ങളിൽ പലരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഇങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഇത് നമുക്ക് മെഴുക്കുവരട്ടി വെക്കാം, തോരൻ വെക്കാം, അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക ഇട്ട് ചാറ് വയ്ക്കാം, പിന്നെ ഒരു തേങ്ങയും മുളകും ഒക്കെ മൂപ്പിച്ച് നമുക്ക് ചാറ് വയ്ക്കാം. അങ്ങനെ പല രീതിയിൽ ചുരങ്ങ കൊണ്ട് കറികൾ വെക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മോരൊഴിച്ച് കറി വയ്ക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ കുറച്ച് കഷ്ണം എടുത്താൽ മതി, ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി. ബാക്കി കൊണ്ട് നമുക്ക് ഇനിയും വേറെ വേറെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു കഷ്ണം എടുക്കുന്നല്ലേ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. നമ്മുടെ ചുരങ്ങയൊക്കെ ഇതാ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 3 പച്ചമുളക് മുറിച്ചിട്ടതാ, നടുകെ പിളർന്നിട്ടതാ, കുറച്ച് കറിവേപ്പില, ഒരു 1/4 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ടു. കുറച്ച് ഉപ്പ്, വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. സ്റ്റൗവൊക്കെ അങ്ങ് ഓൺ ചെയ്യാവേ. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് എന്തായാലും ഇത് വെന്ത് കിട്ടും. കറി ഒന്ന് അരച്ചെടുക്കണം. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇതാ ഒരു പിഞ്ച് കടുക്, ചെറുജീരകവും അതുപോലെ തന്നെ ഒരു പിഞ്ച്. ഇത് നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. അത് കഴിയുമ്പോൾ ഈ തൈരും കൂടെ കൂട്ടി നമുക്കങ്ങ് അരച്ചെടുക്കാം കേട്ടോ. പുളി ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചെടുക്കുക. നിങ്ങളുടെ കറിക്ക് ആവശ്യത്തിനുള്ള തൈര് എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഈ ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചിട്ട് ഈ തൈരും കൂടെ ചേർത്ത് അരച്ച് ഇങ്ങെടുത്തുകൊണ്ട് വരാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പ് കണ്ടോ, തൈര് ചേർത്ത് അരച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഉപ്പൊന്ന് നോക്കണേ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ പോരായ്മയുണ്ട്, ഉപ്പും കൂടി ഇട്ടു. ഇനി ഇതൊന്ന് ചൂടായാൽ മതിയേ. കറിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേ. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് കടുകും കൂടെ വറുത്തിടണം. ചൂടായപ്പോൾ എണ്ണ ചൂടായപ്പോൾ 2 മണി ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ മൂത്ത് വന്നപ്പോൾ കടുക് ഇട്ടു, വറ്റൽ മുളകും കടുകും ഇട്ടു. ഇതിലേക്ക് ഒഴിക്കാവേ. സാധാരണ മോരുകറി തന്നെ, എന്നാൽ ചുരങ്ങ കിട്ടുമ്പോൾ ചുരങ്ങ കൊണ്ട് മോരുകറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിക്കോ, നല്ല അടിപൊളിയാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഒത്തിരി വെള്ളം ഇങ്ങനെ നീണ്ടു പോകരുത്, എന്നാൽ വേണം താനും. നല്ലൊരു മോരുകറിയാണ്, ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ കഷ്ണം വെച്ചിട്ട് ഈ ചുരങ്ങ കൊണ്ട് ഉണ്ടാക്കാത്തവരെ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.